ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ലോക്ക്ഡൗൺ ഒക്കെയാണ്, ചെറിയ ഇളവുകളോടെ ലോക്ക്ഡൗൺ ഉണ്ട്. പിന്നെന്താ, നല്ല മഴയൊക്കെ തുടങ്ങിയല്ലേ. അപ്പോൾ എല്ലാവരും വീട്ടിൽ സേഫായിട്ട് ഇരിക്കുക. അപ്പോൾ ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നൊരു സിമ്പിൾ ബിഗിനേഴ്സിന് പറ്റിയൊരു കോഫി പെയിൻറ്റിംഗ് ആണ്. എല്ലാവരും ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക, എന്നിട്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള എന്താ പറയുക, പെയിൻറ്റിങ്സും ക്രാഫ്റ്റൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഈ ഒരു സമയത്ത് ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് കംപ്ലീറ്റ് ആയിട്ട് കാണാം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം ഞാനിവിടെ കോഫി പെയിൻറ്റ് തയ്യാറാക്കി എടുക്കുകയാണ്. അപ്പം ബിഗിനേഴ്സിന് സിമ്പിളായിട്ട് ഈ പിക്ചർ വരയ്ക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ആദ്യം നമ്മളൊരു ലൈറ്റ് ഷെയ്ഡ് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ ജസ്റ്റ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പെയിൻറ്റ് തയ്യാറാക്കുന്ന രീതി ഞാൻ കാണിച്ചിട്ടുണ്ട്. കാണാത്തവർ ഒന്ന് പോയി കാണുക എങ്ങനെയാണ് കോഫി പെയിൻറ്റ് തയ്യാറാക്കുക എന്നുള്ളത്. അപ്പോൾ ആദ്യം ഞാനിവിടെ ലൈറ്റ് ഷെയ്ഡ് തയ്യാറാക്കിയിട്ട് അതൊന്ന് ടെസ്റ്റ് ചെയ്യാണ്, ഷെയ്ഡ് കറക്റ്റാണോ എന്ന്. അതിനൊരു വൈറ്റ് പേപ്പറിൽ ജസ്റ്റ് ഒരു ബ്രഷ് കൊണ്ട് കറക്റ്റാണോ എന്ന് നോക്കുകയാണ്. ശേഷം നമുക്ക് പിക്ചർ വരയ്ക്കാം. വൈറ്റ് ഹാൻഡ് മെയ്ഡ് പേപ്പറാണ് നല്ലത്. അപ്പോൾ ഞാനൊരു വാട്ടർ കളർ പേപ്പറാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ വരയ്ക്കാൻ പോകുന്നത് ഒരു ട്രീ ആണ്. സിമ്പിളായിട്ട് വരയ്ക്കാൻ അറിയാത്തവർക്കും സിമ്പിളായിട്ട് ജസ്റ്റ് നോക്കിയാൽ വരയ്ക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. ആദ്യം ഞാനിവിടെ മരത്തിൻ്റെ അടിഭാഗം വരയ്ക്കുകയാണ്. ശേഷം മുകളിലോട്ടായിട്ട് മൊത്തത്തിൽ ഒരു ട്രീയുടെ ഔട്ട്ലൈൻ കൊടുക്കുകയാണ്. അതിൻ്റെ ശിഖരങ്ങൾ അഥവാ ശാഖകൾ മൊത്തത്തിൽ ഒന്ന് ജസ്റ്റ് വരച്ചെടുക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ലൈറ്റ് ഷെയ്ഡ് ഉപയോഗിച്ചിട്ട് വരയ്ക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബിൻ്റെ അടുത്തായി ഒരു ബെൽ ഐക്കൺ കൂടിയുണ്ട്. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി അമർത്തണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കാണാൻ കഴിയുള്ളൂ. ഞാൻ ആദ്യം ഇവിടെ ഒരു ബേസിക്കായിട്ട് ഒരു ലൈറ്റ് ഷെയ്ഡ് കൊണ്ട് മൊത്തത്തിൽ കംപ്ലീറ്റ് ഒരു ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് നന്നായി ഉണങ്ങിയതിന് ശേഷം രണ്ടാമത്തെ കോട്ട് കൂടി കൊടുക്കാം. ഒരു ഡാർക്ക് ഷെയ്ഡ് രണ്ടാമത്തെ കോട്ടായിട്ട് കൊടുക്കാം.
രണ്ടാമത്തെ കോട്ടും കൂടി കൊടുത്തതിന് ശേഷം അതൊന്ന് നന്നായി ഉണക്കിയെടുക്കുക. അതിനുശേഷം നമുക്ക് മരത്തിൻ്റെ ട്രീൻ്റെ ഉള്ളിൽ ഷെയ്ഡിങ് കൊടുത്ത് തുടങ്ങാം. പിന്നെ ഇതുപോലെ ശിഖരങ്ങൾക്ക് ശാഖകൾക്ക് നമ്മൾ ഇതുപോലെ ലൈറ്റ് ഷെയ്ഡ് ഉള്ളിൽ കംപ്ലീറ്റ് ആയിട്ട് പെയിൻറ്റ് ചെയ്യുക. ഇനി ഇതുപോലെ നമുക്ക് ട്രേയുടെ ചുവടെയായിട്ട് കുറച്ച് ഗ്രാസ് ചെറിയ ചെറിയ പുല്ലുകൾ വരച്ചു കൊടുക്കാം. അപ്പോൾ അത് ഈ ചിത്രത്തിന് കുറച്ചുകൂടി നല്ല ഭംഗി കൂട്ടും. ഇത് വളരെ സിമ്പിളായിട്ട് തുടക്കക്കാർക്ക് ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ വരച്ചിട്ട് ചെറിയൊരു ഫ്രെയിമിങ് കൂടി ചെയ്യാം. അത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി, നല്ല അടിപൊളി ഒരു കോഫി പെയിൻറ്റിങ് ഇവിടെ വരച്ചിട്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങളിതെല്ലാവരും ഒന്ന് ഇതുപോലെ വരച്ച് നോക്കുക. നല്ല ഭംഗിയാണ്. വോൾ മേറ്റായിട്ട് വോൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബിൻ്റെ അടുത്തായി ഒരു ബെൽ ഐക്കൺ കൂടിയുണ്ട്. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി അമർത്തണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കാണാൻ കഴിയുള്ളൂ. Thank you so much for watching my video.